നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ജേതാവായ നടൻ മോഹൻലാലും തമ്മിലുള്ള അഭിമുഖം, അത് കേൾക്കുന്നതിന് മുൻപ് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കേട്ട് കഴിഞ്ഞപ്പോൾ ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന തോമസ് ഫ്രീഡ്മാന്റെ പുസ്തകത്തിന്റെ ആ പേര് എൻ്റെ മനസ്സിലേക്ക് വന്നു. ദ വേൾഡ് ഈസ് ഫ്ലാറ്റ്. വേൾഡ് ഫ്ലാറ്റ് അല്ല, ഓവൽ ഷേപ്പ് ആണെന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ അങ്ങനെ ഓവൽ ഷേപ്പ്, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറ്റി വലിയ പ്രതീക്ഷകളോടുകൂടി അദ്ദേഹം ഇപ്പോ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ജനസേവകൻ, അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവാശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, അതിനെ എപ്പോഴും പുണർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗാംഭീര്യൻ, അദ്ദേഹം ഒരു നടനുമായിട്ട്, നടൻ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നടനല്ല, ഫാൽക്കെ അവാർഡ് വാങ്ങിയ നടനാണ്. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ നടന്മാർക്ക് കിട്ടുന്ന ഏറ്റവും ഉത്തുംഗ ശ്രേണിയിലുള്ള അവാർഡ് തന്നെ കരസ്ഥമാക്കിയ നടൻ. ആ നടനെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ നടനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തമ്മിലുള്ള സംഭാഷണം, അഭിമുഖമാകുമ്പോൾ അത് വലിയ ഓളങ്ങൾ സൃഷ്ടിക്കും സമൂഹത്തിൽ, ജനഹൃദയങ്ങളിൽ, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനഹൃദയങ്ങളിൽ അത് സൃഷ്ടിക്കുന്ന ഓളങ്ങൾ വലിയ തരത്തിലുള്ളതായിരിക്കും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. ഒരുപക്ഷെ ഈ വരാനിരിക്കുന്ന ഇലക്ഷനെ തന്നെ അത് മാറ്റിമറിക്കും, അതിന്റെ റിസൾട്ട് തന്നെ അതിനെ മാറ്റിമറിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ഇരുന്ന ഞാനാണ് അഭിമുഖം കഴിഞ്ഞപ്പോൾ ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന് ചിന്തിച്ചു പോയി എന്ന് പറഞ്ഞത്. ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന പുസ്തകത്തെ അല്ല പരിഹസിച്ചത്, ആ പുസ്തകത്തിന്റെ ആ ഹെഡിങ്, അതായത് ദ വേൾഡ് ഈസ്, ലോകം പരന്നതാണ് എന്ന ആ ഹെഡിങ്ങിനെ മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ലോകം പരന്നതാണ് എന്ന് പറയുമ്പോൾ ഫ്രീഡ്മാൻ വലിയ കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത് ഓവൽ ഷേപ്പിലാണ് ലോകം എന്ന് പഠിച്ചിട്ടുള്ള നമ്മളെ, അല്ല അത് ഫ്ലാറ്റ് ആണെന്ന് പഠിപ്പിക്കാൻ കഴിഞ്ഞു വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന ഗ്രന്ഥം വഴിയായിട്ട്. പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് ഇദ്ദേഹത്തിന്റെ ഈ ഇന്റർവ്യൂവിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അത് ആകെ ലോകം വെറുതെ ഫ്ലാറ്റായി പോയി, അഥവാ ഇന്റർവ്യൂ വെറുതെ ഫ്ലാറ്റായി പോയി. ശ്രദ്ധിച്ചിരുന്നവർക്ക് നഷ്ടബോധം, അതായത് ഇത്രയും സമയം നഷ്ടപ്പെടുത്തിയല്ലോ, ഇദ്ദേഹത്തുമായിട്ടുള്ള ഈ ഇന്റർവ്യൂ കാണുന്ന സമയം നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള നഷ്ടബോധം. അപ്പൊ എന്താണ് ആ ഇന്റർവ്യൂവിൽ സംഭവിച്ചത്? അതായത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ആരാണ് എന്നത് വളരെ വ്യക്തമാക്കി തരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. മോഹൻലാൽ ആഗ്രഹിച്ച തരത്തിലുള്ള വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അദ്ദേഹത്തിന് പറ്റി കാണില്ല. കാരണം അദ്ദേഹത്തെ ഇൻക്വിസിറ്റീവാക്കി ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല. കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? കഴിയാതിരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഇരിക്കുന്ന പദവി, ആ പദവിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ആ പദവി ആർക്കു വേണ്ടിയാണ് താൻ സ്വീകരിച്ച് കൊണ്ടു നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ പറ്റി അദ്ദേഹത്തിന് അവഗാഹമായ ജ്ഞാനം ഇല്ല, അഥവാ അദ്ദേഹം അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. കാരണം അദ്ദേഹം ഭരണം, എന്താണ് പറയുക, സ്വെയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞ് ഭരണം ഏറ്റെടുത്ത ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, കാര്യക്ഷമതയ്ക്ക് മാർക്കിടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും കെട്ടിക്കിടക്കുന്ന ഫയലുകൾക്ക് ആൻസർ കൽപ്പിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യ പ്രസംഗത്തിൽ. ഫയലുകൾക്ക് തീർപ്പ് കൽപ്പിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട്, ആ ജീവിതങ്ങൾക്ക്, ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക്, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഫയലുകൾ വേഗം തീർപ്പാക്കും, അങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഉദ്ദേശം അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിൽ നിന്നോ ഹൃദയത്തിൽ നിന്നോ വന്നതായിരുന്നു എങ്കിൽ
ഒരു കാരണവശാലും ഈ അഭിമുഖത്തിൽ അദ്ദേഹം ഇത്രയും നിഷ്ക്രിയനായിരിക്കുകയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ആ ഉത്തരവാദിത്വം, മുഖ്യമന്ത്രി എന്ന തരത്തിലുള്ള ആ ഉത്തരവാദിത്വം ഉൾക്കൊണ്ടുകൊണ്ടല്ല അദ്ദേഹം ആ അഭിമുഖത്തിലൂടെ കടന്നുപോയത്. നമുക്കറിയാം 10 വർഷം, ഈ 10 വർഷം കൊണ്ട് കേരളം തന്നെ കടന്നുപോയ ഘട്ടങ്ങളുണ്ട്. അതിതീവ്രമായ, അതായത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രളയത്തിന്റെ ഘട്ടം. അതിനെപ്പറ്റിയൊക്കെ LDF റീൽസ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എത്രയോ കോടികൾ ചെലവഴിച്ച് ഇറക്കിയ റീൽസ് ആണ്. ആ റീൽസ് കണ്ടാല് ആരും ആ 2018 പ്രളയം കൃത്യമായിട്ട് ഓർക്കും. അതുപോലെ മുണ്ടക്കൈ ചൂരൽമലയിലെ പ്രളയവും വളരെ കൃത്യമായിട്ട് ഓർത്തു പോകും. പക്ഷെ അതൊന്നും ഈ നാട്ടിൽ തന്റെ മുഖ്യമന്ത്രി പദവിയുടെ കാലത്ത് സംഭവിച്ചതാണ്. അന്നത്തെ ആ കണ്ണുനീര് ഞാൻ കണ്ടു, ആ കണ്ണുനീരൊപ്പാൻ എന്നാൽ പറ്റിയത് ചെയ്തു എന്നൊന്നും അദ്ദേഹത്തിന്റെ ആ അഭിമുഖ വേളയില് അതായത് അത്തരം കാര്യങ്ങളുടെ ഒരു സ്പർശം പോലും അദ്ദേഹത്തിന്റെ ആ അഭിമുഖത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി അത് കഴിഞ്ഞ് വന്ന കോവിഡ് കാലം ഓർക്കുക. കോവിഡ് വഴിയായിട്ട് 73,000 പേർക്ക്, കോവിഡ് വഴി മരിച്ചതിന്റെ പേരിൽ 73,000 പേർക്ക് എക്സ്ഗ്രേഷ്യ കൊടുക്കുകയുണ്ടായി. അതായത് അത്ര കഠിനമായ തോതിൽ തന്നെ കോവിഡ് കേരളത്തെയും ബാധിച്ചിരുന്നു. പക്ഷെ ആ കോവിഡ് കാലം എങ്ങനെ കഴിഞ്ഞുപോയി? അന്ന് ഭക്ഷ്യസുരക്ഷാ ആക്ട് 2013 ഭക്ഷ്യസുരക്ഷാ ആക്ടിന്റെ സഹായത്തോടു കൂടി കേരളത്തിലേക്ക് അതായത് ഏതൊക്കെ സംസ്ഥാനങ്ങളെ കോവിഡ് വലിയ തോതിൽ ബാധിച്ചുവോ, എവിടെയൊക്കെ ഭക്ഷ്യ പ്രതിസന്ധി ഉണ്ടായോ, അവിടേക്കൊക്കെ ഇഷ്ടം പോലെ അരിയ്, ധാന്യങ്ങള്, പയറുവർഗ്ഗങ്ങള്, എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇതൊക്കെ ഫ്രീ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വഴി കിട്ടിയത്. അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ എന്തൊക്കെയാണ് നടത്താൻ പറ്റിയത്? കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തി അതിദരിദ്രരെ ഒക്കെ അന്ന് ചേർത്ത് പിടിക്കാൻ പറ്റി. ആരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നില്ല. അതുപോലെ തന്നെയാണ് ആ സമയത്ത് അതിനുശേഷവും ഒക്കെ കിറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തത്. ഒരു പക്ഷെ 2ാം പിണറായി ഗവൺമെന്റിന്റെ വരവിന് സഹായകമായ ഏറ്റവും ഗൗരവതരമായ ഒരു ഇടപെടലായിരുന്നു കമ്മ്യൂണിറ്റി കിച്ചണും കിറ്റും ഒക്കെ. പക്ഷെ അങ്ങനെ ഭരണത്തിൽ വന്ന അദ്ദേഹം ആ കാര്യങ്ങൾ പോലും, ആ കോവിഡിന്റെ തീവ്രത പോലും, അത് സംസ്ഥാനത്തെ എങ്ങനെ ബാധിച്ചു എന്ന കാര്യം പോലും ആ അഭിമുഖത്തിൽ സ്പർശിക്കുന്നേയില്ല. എന്ന് വെച്ചാല് ആദ്യ ഭരണരംഗത്ത് സംഭവിച്ച, അതായത് ആ വലിയ പ്രളയം, അത് കഴിഞ്ഞ് വന്ന COVID-19, ഈ പറയപ്പെട്ട പ്രശ്നങ്ങളെയൊക്കെ എങ്ങനെ സംസ്ഥാനം അതിജീവിച്ചു, അതിന് തൻ്റെതായ എന്ത് സമർപ്പണമാണ് നടത്തിയത്, ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ സ്പർശിക്കാതെ പോകുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്? അദ്ദേഹം ഒരു ഹൃദയം കൊണ്ട് ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ല. അധികാര കസേരയിലിരുന്ന് ഉപരിപ്ലവകരമായി മാത്രം തന്നെ അനുസരിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിൽ കവിഞ്ഞ് ഹൃദയത്തിൽ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെന്റ്, ഒരു മുഖ്യമന്ത്രി അല്ല എന്നാണ് നമുക്ക് ആ കാലഘട്ടത്തെക്കുറിച്ച് ഒന്നും സ്പർശിക്കാത്ത അദ്ദേഹത്തിന്റെ ഈ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി 2ാം ഭരണം വന്നു കഴിഞ്ഞിട്ടോ? 2ാം ഭരണം വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെയും നമുക്കറിയാം കേരയിൽ കുറ്റി നാട്ടിയതും അത് പ്രയോജനം ചെയ്യാതെ പോയതും. അപ്പൊ അങ്ങനെ തന്നെ പറ്റി തന്നെ ഒരു വസ്തുനിഷ്ഠമായ അപഗ്രഥനം അദ്ദേഹത്തിന് തന്നെ നടത്താമായിരുന്നു. അത് ചെറിയ അബദ്ധമായി പോയെങ്കിൽ അബദ്ധമായി പോയി, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ കുറ്റി നാട്ടി അതിനെതിരെ കേസുമായി പോകേണ്ടി വരും, അല്ലെങ്കിൽ അത് വെറുതെ വൃഥാവിലാകും എന്ന് വിചാരിച്ചല്ല. എനിക്ക് വലിയ ചിന്തകൾ അതിന് ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു, വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ആ തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അതേപ്പറ്റി ഒന്നും പറയാനില്ലായിരുന്നു. അതായത് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപറയുക എന്നതിൽ കവിഞ്ഞ് സ്വന്തം മേധാശക്തിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പോളിസി മേക്കർ അദ്ദേഹത്തിൽ ഇല്ല എന്നാണ് നമുക്ക് അത് കേട്ടാല് അദ്ദേഹത്തിന്റെ ആ അഭിമുഖം, അവർ തമ്മിലുള്ള അഭിമുഖം കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ ഓർക്കണം, അഭിമുഖം നടക്കുന്ന സമയത്ത്
അദ്ദേഹം എന്താണ് കേരളം എന്ന സംസ്ഥാനത്തെ പറ്റി, ഈ കേരളം എന്ന സംസ്ഥാനം എങ്ങനെ മുന്നോട്ട് പോകണം, അതായത് വലിയ ധനപ്രതിസന്ധിയിലാണ് അദ്ദേഹം ഭരണത്തിൽ വരുന്നതിൽ സമയത്ത് 2016-17 ഉണ്ടായിരുന്നതിനേക്കാൾ അന്ന് 1,53,000 കോടിയായിരുന്നു കേരളത്തിന്റെ സഞ്ചിത കടം. അതിപ്പോ 6 ലക്ഷം കോടിക്ക് മുകളിലായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് കടം ഇത്രയധികം വർദ്ധിച്ചു? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് കേന്ദ്രം നമ്മളെ അവഗണിക്കുന്നു എന്ന് എപ്പോഴും പറയുമ്പോൾ അതിന്റെ കാരണങ്ങള് തീർച്ചയായും അദ്ദേഹത്തിന് അതിന്റെ കാരണങ്ങൾ നിരത്താൻ ഒക്കുമായിരുന്നു. കുറച്ചും കൂടി ജനങ്ങളുടെ മുൻപിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ ന്യായീകരിക്കത്തക്ക കാരണങ്ങളായിട്ട് ഫെഡറൽ സമ്പ്രദായത്തിന്റെ ചില വീഴ്ചകളെ അദ്ദേഹത്തിന് ഉയർത്തി കാണിക്കാൻ പറ്റുമായിരുന്നു. ഉദാഹരണത്തിന് ഈ BJP ഗവൺമെന്റ് വന്നത് 2014-15 അതിനുശേഷമാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് 16-17 വരുന്നത്. BJP ഗവൺമെന്റ് വന്നതിന് ശേഷം എന്താണ് ഫെഡറൽ സംഭവിച്ചത്? 68 സെൻട്രലി സ്പോൺസേഡ്, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചേർന്ന് നടത്തുന്ന 68 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാംസിനെ വെട്ടിച്ചുരുക്കി 28 ആക്കി കേന്ദ്ര ഗവൺമെന്റ്. എന്നിട്ട് കേന്ദ്രത്തിന്റെ ഷെയർ കുറച്ച് സംസ്ഥാനങ്ങളുടെ ഷെയർ ഓരോന്നിലും വർദ്ധിപ്പിച്ചു. അപ്പോഴൊക്കെ എന്താണ് ചെയ്യുന്നത്? സംസ്ഥാനങ്ങളുടെ കയ്യിലുള്ള റവന്യൂ മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. അഥവാ സംസ്ഥാനങ്ങളെ ധനപ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് പറയാമായിരുന്നു. അതുപോലെ തന്നെയാണ് സെസും സർചാർജും വളരെ വലിയ തോതിൽ, അതായത് BJP ഗവൺമെന്റ് ഭരണത്തിൽ വരുന്നതിന് മുൻപ് GDP-യുടെ 0.18% മാത്രം 0.18% മാത്രമായിരുന്നു സെസും സർചാർജുമായിട്ട് കളക്ട് ചെയ്തിരുന്നത് പക്ഷേ അത് 2023 ആകുമ്പോഴേക്ക് 2.5% ഓഫ് GDP ആയിട്ട് വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഏത് തരത്തിലാണ് സംസ്ഥാനങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് അതായത് പിഴിഞ്ഞെടുക്കുന്നത്, ധനപരമായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ മോഹൻലാൽ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമോ എന്നറിഞ്ഞുകൂടാ. പക്ഷെ ഒരു മുഖ്യമന്ത്രി വളരെ കണ്ണിങ് ആയിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കത്തക്ക രീതിയിൽ കാര്യങ്ങൾ എറിഞ്ഞു കൊടുത്താല്, കാര്യങ്ങളിലേക്ക് സൂചന നൽകിയാല് തീർച്ചയായിട്ടും മോഹൻലാൽ അത്ര മോശക്കാരനല്ല. മോഹൻലാൽ തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങളിലേക്ക് വരുമായിരുന്നു. എന്താണ് ഫെഡറലിസത്തില് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നം എന്താണ്? കാരണം സാമാന്യ ജനത്തിനൊക്കെ അറിയാം ഈ ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പലവട്ടം പോയിട്ടുണ്ടെന്ന്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഇങ്ങനെ ഒരുപാട് സാധ്യതകള് തന്റെ മനസ്സിനെ, താൻ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ, സംസ്ഥാനത്തിന് വേണ്ടി ജീവിക്കുന്നതിനെയൊക്കെ ഉയർത്തി കാണിക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, മനസ്സിൽ കയറി കൂടിയിട്ടുള്ളത് ഈ സംസ്ഥാനവും സംസ്ഥാനത്തെ ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളുമല്ല, സ്വന്തം കുടുംബവും മാത്രമാണ് എന്നാണ് ആ അഭിമുഖത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യം. ബിക്കോസ് അതൊക്കെ അദ്ദേഹം ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നുണ്ട്. അതേ സമയത്ത് സംസ്ഥാനത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അവിടെ സൂചിപ്പിക്കുന്നില്ല താനും. VD സതീശൻ അതേ സമയത്ത് ഒരു മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ എത്ര കൃത്യമായ ഉത്തരം, ആ ഉത്തരങ്ങളിലൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കല്ല ഇറങ്ങിച്ചെല്ലുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലേക്കും ആ സംസ്ഥാനത്തിലെ ആബാലവൃത്തം ജനങ്ങളിലേക്കുമാണ് ഇറങ്ങിച്ചെല്ലുന്നത്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഒക്കുക? ആ തരത്തിലാണ് അദ്ദേഹം ആ അഭിമുഖത്തില് സ്വയം വെളിപ്പെടുത്തുന്നത്. അങ്ങനെ സ്വയം വെളിപ്പെടുത്തുന്ന ആ വ്യക്തി തീർച്ചയായും ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് വേണ്ടി, അതായത് ജനസേവകനാണ്. അവരാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യം തന്നെ എന്ന് അടിവരയിടുന്ന തരത്തിലായിരുന്നു VD സതീശന്റെ ആ മുഖാമുഖം പരിപാടി നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിഞ്ഞത്. അതായത് അദ്ദേഹത്തിന് ഇപ്പൊ കാർഷിക മേഖലയാകട്ടെ, വ്യാവസായിക മേഖലയാകട്ടെ, എങ്ങനെയാണ് പടുത്തുയർത്തേണ്ടത്, എന്തൊക്കെ പ്രശ്നങ്ങളാണുള്ളത്, ആ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാൻ പറ്റും, ഈ തരത്തില് ഏത് മേഖലയെ പറ്റിയും ഏത് വിഭാഗം ജനതയെ പറ്റി ചോദിച്ചാലും അത്
എന്താണ് പറയുക, ആദിവാസി സമൂഹമാകട്ടെ, OBC സമൂഹമാകട്ടെ, ആരുമാകട്ടെ, അതായത് ഒരു തരത്തിലും ഒരു സ്പർദ്ധയില്ലാത്ത ജനജീവിതം കെട്ടിപ്പടുക്കാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെ കണ്ടെത്താം, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാം, ഈ തരത്തില് വളരെ വിശകലന ഭാവത്തോടു കൂടിയതായിരുന്നു ആ മുഖാമുഖം പരിപാടി. പക്ഷെ നമ്മൾ അതിന്റെ നേരെ വിപരീതം ആണ് ഇവിടെ ഈ അഭിമുഖത്തിൽ കണ്ടത്. സത്യത്തിൽ ഞാൻ വിചാരിച്ചു, രണ്ട് മഹാരഥന്മാരുടെ അഭിമുഖം, അത് തീർച്ചയായിട്ടും വളരെ രസകരമായിരിക്കും. അതുപോലെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മഹാ ആശയങ്ങൾ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും, അത് ചൂണ്ടുപലകയാകും എന്നൊക്കെയാണ് ധരിച്ചു വെച്ചിരുന്നത്. പക്ഷെ അവസാനം ആ അഭിമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് മനസ്സിലാകുന്നത് അതിനകത്ത് കാര്യമായിട്ടൊന്നുമില്ല. അത് ഒരു ശുഷ്കമായ പേടകം എന്ന് വെച്ചാല് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഖജനാവ് ഏത് തരത്തിൽ ശൂന്യമായിരിക്കുന്നുവോ അതുപോലെ ശൂന്യമായ ഒരു പേടകം മാത്രമായിരുന്നു ആ അഭിമുഖം എന്നും മനസ്സിലാക്കുന്നത്.